Hi all, welcome to our YouTube channel. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റീജേഴ്സ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഡിവിഷൻ ഓഫ് ഇൻറ്റീജേഴ്സ് ആണ്. സോ ഡിവിഷൻ ഓഫ് ഇൻറ്റീജേഴ്സ് നമ്മൾ ഓൾറെഡി നേരത്തെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എന്താണ് ഇൻവേഴ്സുകളാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഡിവിഷൻ ഈസ് ദ ഇൻവേഴ്സ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മൾ ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതുകയാണ്. നമ്മളിവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതാനായിട്ട് പോണു. സോ അതിൽ നമ്മൾ 2 into -6 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? -12 ആണ് കിട്ടുന്നത്. നമ്മൾ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ സൈൻ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിവിഷൻ സ്റ്റേറ്റ്മെന്റ് ഇടാം. ഓക്കെ, അതായത് എങ്ങനെയാണ് എഴുതുന്നത്? ദാറ്റ് ഈസ് -12 divided by 2 is equal to -6 and -12 divided by -6 is equal to എന്താണ്? നമുക്ക് 2 എന്നും എഴുതാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ വേറൊരെണ്ണം നമുക്ക് എടുക്കാം. -4 into 5 എടുക്കുന്നു എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് -20 ആണ് ആൻസർ വരുന്നത്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? -20 divided 5 is equal to -4 എന്ന് ഡിവിഷൻ സ്റ്റേറ്റ്മെന്റ് കിട്ടും. അതുപോലെ തന്നെ -20 divided by -4 is equal to 5 എന്നുള്ള സ്റ്റേറ്റ്മെന്റും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പം നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ -12 divided by 2 എന്ന് പറയുന്നത് നമുക്ക് -6 കിട്ടി. അതേസമയം -20 divided by 5 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? -4 കിട്ടി. അതായത് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when we divide a negative integer by a positive integer, when we divide a negative integer by a positive integer, അതായത് നമ്മളൊരു നെഗറ്റീവ് ഇൻറ്റീജറിനെ ഒരു പോസിറ്റീവ് ഇൻറ്റീജർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ we divide them as whole number. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവരെ ഹോൾ നമ്പേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? നമ്മൾ ആ സിമ്പിൾ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു? അതിനനുസരിച്ച് അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാ നോക്കിക്കേ, -12 divided by 2. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? 12ഉം 2ഉം കൂടെ ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഒരു നെഗറ്റീവ് സൈൻ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു? -6 കൊടുത്തു. അതാണ് ആ സ്റ്റേറ്റ്മെന്റിൽ നിന്നും പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇപ്പൊ നമ്മൾ അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതുകയാണ് 50 divided by -10 is equal to -5 എന്ന് എഴുതി. അതുപോലെ തന്നെ 50 divided by -5 is equal to എനിക്ക് എന്ത് കിട്ടും? -10 കിട്ടും. അതായത് when we divide a positive integer by a negative integer, ഒരു പോസിറ്റീവ് ഇൻറ്റീജറിനെ ഒരു നെഗറ്റീവ് ഇൻറ്റീജർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമ്മൾ നമ്പേഴ്സ് മാത്രം നോക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? സിമ്പല് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ജനറൽ ആയിട്ട് എഴുതാൻ പറ്റുന്നത് a divided by -b is equal to -a divided by b എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. where b not equal to 0. b എന്താകാൻ പാടില്ല? 0 ആകാനായിട്ട് പാടില്ല. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിവിഷൻ ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഡിവിഷൻ. ഓക്കെ, സോ ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, അതായത് നമുക്ക് പറയാൻ പറ്റും ഡിവിഷൻ എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല, നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആണ്. നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതായത് നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ -8 divided by -4 എന്ത് കിട്ടും? നമുക്ക് 2 എന്ന് കിട്ടും. അതേസമയം നമ്മൾ -4 divided by -8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? നമുക്ക് എന്താണ് കിട്ടുന്നത്? -4 divided by -8 എന്ന് പറയുമ്പോൾ -4 by -8, അതായത് നമുക്ക് എന്ത് കിട്ടും? 1/2 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇത് രണ്ടും എന്തല്ല? ഈക്വൽ അല്ല. ഇത് രണ്ടും എന്തല്ല?
ഈക്വൽ അല്ല. ദാറ്റ് മീൻസ് -8 ഡിവൈഡഡ് ബൈ -4 നോട്ട് ഈക്വൽ ടു -4 ഡിവൈഡഡ് ബൈ -8. അതുകൊണ്ട് നമുക്ക് പറയാം എന്തല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനിയും നമ്മളിപ്പം ഒരു നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരു നമ്പറിനെയാണ്, എനെ നമ്മൾ 0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. അതേസമയം നമ്മൾ 0 കൊണ്ട് ഒരു നമ്പർ ഫോർ എക്സാമ്പിൾ എനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ്? 0 തന്നെ ആണ്. ഓക്കെ, ഇനിയും അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു നമ്പർ ആണെങ്കിലും അതിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ തന്നെ കിട്ടും. അതായത് -8 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? -8 തന്നെ കിട്ടും. -10 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാലും എനിക്ക് എന്ത് കിട്ടും? -10 തന്നെ കിട്ടും. ദാറ്റ് ഈസ് a ഡിവൈഡഡ് ബൈ 1 is equal to a എന്നാണ് ആ ലോ പറയുന്നത്. ക്ലിയർ ആയല്ലോ? കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കാം. രണ്ടെണ്ണവും നെഗറ്റീവ് നമ്പേഴ്സ് ആണ്, എന്നിട്ട് നമ്മൾ 1 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. സോ -8 ഡിവൈഡഡ് ബൈ -1 എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 8 ആണ് ആൻസർ കിട്ടുന്നത്. അതുപോലെ തന്നെ -5 ഡിവൈഡഡ് ബൈ -1, അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. നമുക്കിവിടെ എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ആ സെയിം ഇൻറ്റീജർ തന്നെ എന്ത് ചെയ്യില്ല, നമുക്ക് കിട്ടത്തില്ല, നെഗറ്റീവ് ഇട്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട്. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ്? അസോസിയേറ്റീവ് അല്ല, നോട്ട് അസോസിയേറ്റീവ്. ഫോർ എക്സാമ്പിൾ ഇതാ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാല് ഇത് നോക്കിക്കോ, -16 ഡിവൈഡഡ് ബൈ 4 ഡിവൈഡഡ് ബൈ -2. നമുക്ക് കിട്ടുന്നത് -4 ഡിവൈഡഡ് ബൈ -2. അതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 4 ഡിവൈഡഡ് ബൈ 2 ആണ്, -1 പ്ലസ്. ഇവ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -16 ഞാൻ ഇവിടെ മാറ്റി എഴുതുന്നു, ഡിവൈഡഡ് ബൈ 4 ഡിവൈഡഡ് ബൈ -2. 16 ഡിവൈഡഡ് ബൈ 4 ഡിവൈഡഡ് ബൈ -2 എന്ന് പറയുമ്പോൾ -2 തന്നെയാണ് വരുന്നത്. സോ -16 ഡിവൈഡഡ് ബൈ -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 8 ആണ് വരുന്നത്. ഇത് രണ്ടും എന്തല്ല? ഈക്വൽ അല്ല. സോ നമുക്ക് പറയാം സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തല്ല? അസോസിയേറ്റീവ് അല്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഡിവിഷന്റെ പ്രോപ്പർട്ടീസിൽ നമുക്ക് പഠിക്കാനായിട്ട്. താങ്ക് യു.